കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. അതിൽ കയറി ഈ ഘടകകക്ഷികൾ എന്തുകൊണ്ടാണ് ഇടപെട്ടത്? ആവശ്യമില്ല. ലീഗ് അടക്കം ഉള്ളവരെ തന്നെ ഞാൻ പറയുന്നത്. അവർക്ക് എന്നാ കാര്യം ഇത് പറയാൻ? എടോ സുകുമാര, തൻ്റെ പ്രായം വെച്ചിട്ട് എടോ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. നിന്നെ പോലെ ഒരു 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 ഡാഷ് മോനെ എടോ എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കാനാ? അതുകൊണ്ട് എടോ എന്ന് തന്നെ വിളിക്കുക. എടോ സുകുമാര, തനിക്കിത് പറയാൻ എന്ത് അവകാശമാ ഉള്ളത്? താൻ UDFന്റെ കാര്യത്തിൽ വാ തുറന്ന് സംസാരിക്കാൻ തനിക്കെന്ത് അവകാശമാണുള്ളത്? താൻ ഇത്രയും കാലം പിണറായി വിജയന് ചെരച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ ആ മന്നത്ത്? ആ മന്നത്തെ ആ പവിത്രതയെ കൂടി കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ആ മന്നത്തിൻ്റെ ആ ഒരു ഗാംഭീര്യത്തെ പോലും കളങ്കപ്പെടുത്തുന്ന രീതിയിൽ അവിടെ പിണറായി വിജയന് ക്ഷൗരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ താൻ സുകുമാര? കഴിഞ്ഞ 10 വർഷക്കാലം ഊമ്പാൻ മാറി മാറി ഞാനോ വെള്ളാപ്പള്ളിയോ എന്ന് മത്സരിച്ച് ഊമ്പുകയായിരുന്നല്ലോ താൻ. അപ്പൊ താൻ പിണറായി വിജയന് വേണ്ടി ക്ഷൗരപ്പണിയെടുക്കുന്ന താൻ UDFന്റെ കാര്യത്തിൽ തന്നെ അഭിപ്രായം പറയാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. മനസ്സിലായില്ലേ? തന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. പിന്നെ UDF എന്ന് പറയുന്ന സംവിധാനം, മുഖ്യമന്ത്രി എന്ന് പറയുന്നത് UDFന്റെ മുഖ്യമന്ത്രിയാണ്. ആ UDFന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആര് എന്നൊക്കെ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം UDFലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് അതിലെ ഘടകകക്ഷികൾക്ക് നൽകിയിട്ടുണ്ട്. അത് ലീഗിന് നൽകിയിട്ടുണ്ട്, കേരള കോൺഗ്രസിന് നൽകിയിട്ടുണ്ട്, RSPക്ക് നൽകിയിട്ടുണ്ട്, എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അതിൽ ചോദ്യം ഉയർത്താൻ തനിക്കാരും അവകാശം നൽകിയിട്ടില്ല. തന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. തൻ്റെ ഭയം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും. തൻ്റെ ഭയം എന്താണ് എന്നുള്ളത് സുകുമാര, നീ വല്ലാതെ കിടന്ന് ചെലക്കല്ലേ. സുകുമാരൻ്റെ ഭയം അത് സതീശൻ ആ കസേരയിൽ ഇരിക്കുന്നതിനെയാണ് ഭയപ്പെടുന്നത്. തൻ്റെ തിണ്ണ നിറങ്ങാൻ സതീശനെ കിട്ടില്ല എന്നുള്ള ഭയം തന്നെയാണ് സുകുമാര നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന 5 വർഷക്കാലം അത് നിന്നെ വേട്ടയാട് തന്നെ ചെയ്യും. വരുന്ന 5 വർഷക്കാലം സുകുമാര ആ ഭയത്താൽ ചിലപ്പോൾ നിന്റെ ജീവൻ തന്നെ നഷ്ടമായേക്കാം. ഭയം കൊണ്ട് അങ്ങനെയുണ്ട്. ഭയം വല്ലാതെ ഇങ്ങനെ കയറി ഇതായി കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടി UDFലെ ഒരു പ്രധാന ഘടകകക്ഷിയായിട്ട് UDFനെ ചലിപ്പിക്കുന്ന യന്ത്രമായിട്ട് പതിറ്റാണ്ടുകളായി UDFനകത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാ. മനസ്സിലായില്ലേ? കോൺഗ്രസിലെ പല MLAമാരും ഇന്ന് വിജയിച്ചു കയറിയിട്ടുള്ള പല ആളുകളുടെയും വിജയത്തിന് പിന്നിൽ അഹോരാത്രം പണിയെടുത്ത ഒരു പാർട്ടിയാ. ആ പാർട്ടിയോട് ഹൈക്കമാൻഡാണ് അഭിപ്രായം ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് സുകുമാരൻ വല്ലാതെ കിടന്ന് തിളക്കണ്ട. സുകുമാരൻ്റെ ആ മന്നത്ത് മതി. അവിടെ കിടന്ന് ചലച്ചാൽ മതി. അവിടെ ആ മന്നം എന്ന് പറയുന്ന ആ അതിനൊരു ഒരു പ്രാധാന്യമുണ്ട്. അവിടെ അതെങ്ങനെ മലീമസമാക്കാം എന്നുള്ളത് സുകുമാരൻ കടന്ന് ചലച്ചിട്ട് നോക്ക്, കണ്ടു എങ്ങനെ ചെയ്യാമെന്നുള്ളതിന് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. ആ മന്നം എന്ന് പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട ആ ഒരു ഇടത്തെ എങ്ങനെ മലീമസമാക്കാമെന്നുള്ളത് പരിശ്രമിച്ചോ. അതിലൊന്നും നമുക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? പക്ഷേ UDFന്റെ കാര്യത്തിൽ വാ തുറക്കാൻ സുകുമാരനെ ആരും ഏൽപ്പിച്ചിട്ടില്ല. സുകുമാര, നീയൊക്കെ പേടിക്കുന്നത് പോലെ ഭയപ്പെടുന്നത് പോലെ സതീശൻ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കും. സുകുമാര, ആ കസേരയിൽ 2026 വരുന്ന 5 വർഷക്കാലത്തേക്ക് കേരളത്തെ നയിക്കാൻ പോകുന്നത് സതീശനാണ്. സതീശൻ നയിക്കും. അത് തന്നെയാ സുകുമാരൻ്റെയും വെള്ളാപ്പള്ളി നടേശൻ്റെയും ഒക്കെ ഭയമെന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. സതീശനെ ശത്രുവാക്കിയിട്ട് സതീശനെ പൊതുശത്രുവാക്കിയിട്ട് ആ ഒരൊറ്റ ഫാക്ടറിലൂടെ ഐക്യമുണ്ടാക്കാൻ ശ്രമിച്ച ആളുകളാണ് ആര്? ഈ പറയുന്ന സുകുമാരനും വെള്ളാപ്പള്ളിയും. 2 തീട്ടങ്ങളും. ആ 2 തീട്ടങ്ങൾ, ഒന്ന് കണിച്ചിക്കുളങ്ങരയിലും ഒന്ന് മന്നത്തും.
ഈ രണ്ട് സ്ഥലങ്ങളെയും മലീമസമാക്കുന്ന രണ്ട് തീട്ടങ്ങളാണ് ഇവറ്റകൾ എന്ന് പറയുന്നത്. പിന്നെ കഴിഞ്ഞ 10 വർഷക്കാലം ക്ഷൗരം ചെയ്യുകയായിരുന്നു പിണറായി വിജയന്. പിണറായി വിജയന് ക്ഷൗരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം ഈ ചുകുമാരനും വെള്ളാപ്പള്ളി നടേശനും. മനസ്സിലായില്ലേ? അതുമാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചുകുമാരൻ്റെ വിശ്വാസപ്രകാരമുള്ള ഒരു കാര്യം പറയട്ടെ. ചുകുമാരൻ്റെ വിശ്വാസപ്രകാരമുള്ള ശബരിമലയിലെ അയ്യൻ്റെ പൊന്ന് കൊള്ളയടിച്ച് നക്കി സഖാക്കള്. എന്നിട്ട് ചുകുമാരൻ്റെ നാവ് പൊന്തിയിട്ടില്ല. അപ്പോഴും ചുകുമാരൻ വായിലിട്ട് ഊമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? ആ ചുകുമാരൻ ഇന്ന് വന്നിട്ട് UDF കാര്യത്തിൽ ചെലക്കണ്ട, അത്രേ പറയുന്നുള്ളൂ. പിന്നെ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരോട് ഈ തിണ്ണ നിറങ്ങാൻ പോകുന്ന ആളുകള്, അതിൽ സതീശൻ ഇല്ല കേട്ടോ, അത് തന്നെയാണ് ചുകുമാരന്റെ ചൊറിച്ചിലും. ഈ തിണ്ണ നിറങ്ങാൻ സതീശനെ കിട്ടില്ല, സതീശൻ അതിന് വരില്ല. അത് വടശ്ശേരി ദാമോദരൻ സതീശനാണ്. ആ സതീശൻ തിണ്ണ നിറങ്ങാൻ വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ചുകുമാരൻ ഇങ്ങനെ കുരുപൊട്ടി ഒലിക്കുന്നത്. നമ്മളീ പറയും പോലെ ഒന്നല്ല, ചുകുമാരൻ്റെ ഉള്ളിലൊക്കെയുള്ള ഒരു വെപ്രാളം അത് എത്രത്തോളം ആണെന്നറിയോ? കാരണം ചുകുമാരനെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തലയാണെങ്കിലും ശരി, വേണുഗോപാലാണെങ്കിലും ശരി, ആരാ കസേരയിൽ ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷേ സതീശൻ ഇരുന്നാൽ ചുകുമാരൻ ഇത്രയും കാലം കൊണ്ട് നടന്നതൊക്കെ ഠും പൊട്ടി തകർന്ന് തരിപ്പണമാകും. അതുതന്നെയാണ് സുകുമാരനെ ഇത്രയധികം ചൊടിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത് സുകുമാരൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അത് വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലും അത് തന്നെയാ. സഖാക്കളുടെ കാര്യത്തിൽ പിന്നെ പറയണ്ട. നിങ്ങൾ കണ്ടതല്ലേ, ചുകുമാരനും വെള്ളാപ്പള്ളിയും ഐക്യമുണ്ടാക്കാൻ വേണ്ടി പത്രസമ്മേളനം നടക്കുമ്പോൾ ചുകുമാരനെ വിളിക്കുന്നതാരാ? ക്യാബിനറ്റിലെ മന്ത്രിയാ. പിന്നിൽ ആരാ കളിച്ചത് എന്നൊക്കെ എല്ലാവർക്കും അറിയായിരുന്നില്ലേ? ഈ സഖാക്കൾ ഇപ്പൊ കുരുപൊട്ടി ഇങ്ങനെ ഒലിക്കുക. കോൺഗ്രസ്സുകാരനും മുസ്ലിം ലീഗുകാരനും UDFകാരനും ഒന്നും ഉറപ്പില്ലെങ്കിലും ചകാക്കൾക്കും നല്ല ഉറപ്പാ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരിക്കാൻ പോകുന്നത്. അത് വി.ഡി. സതീശനാണ് എന്നുള്ളത്. കുരുപൊട്ടി ഇങ്ങനെ ചാവുക. ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? തോൽവി കഴിഞ്ഞിട്ട് ആ തോൽവിയുടെ ആഘാതത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടതാ. ആ തോൽവി മാത്രമല്ല, അതിനേക്കാളേറെ ഇവരെ ഭയപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് സതീശൻ വരാൻ പോകുന്നു എന്നുള്ളതാണ്. സതീശനെ ഭയപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം സതീശൻ തിണ്ണ നിറങ്ങാൻ സതീശനെ കിട്ടില്ല. സതീശന്റെ നിലപാടുകൾ എന്ന് പറയുന്നത് അത് അയാളുടെ ബോധ്യങ്ങളാണ്. സതീശൻ കഴിഞ്ഞ 10 വർഷക്കാലത്തെ കണക്കെടുപ്പ് നടത്താൻ പോവുകയാണ്. കൊള്ളയടിച്ചതിൻ്റെയും കട്ടതിൻ്റെയും നക്കിയതിൻ്റെയും തിന്നതിൻ്റെയും തൂറിയതിൻ്റെയും ഒക്കെ കണക്ക് സതീശൻ എടുക്കാൻ പോവുക. അപ്പോ ഇതൊക്കെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ചുകുമാരനെ സംബന്ധിച്ചിടത്തോളം സതീശൻ വരില്ല, തിണ്ണ നിറങ്ങാൻ സതീശൻ വരില്ല എന്നുള്ള ഉറപ്പ് കൂടിയുണ്ട്. ആ സതീശനെ ആ കസേരയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ സുകുമാരൻ്റെ മുട്ടിങ്ങനെ ഇടിക്കുകയാ. എടോ സുകുമാരാ, താനൊക്കെ എത്രയൊക്കെ ഭയപ്പെട്ടാലും, താനൊക്കെ എത്രയൊക്കെ പേപ്പട്ടി കുരക്കും പോലെ കുരച്ചു കൊണ്ടിരുന്നാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ സതീശൻ ഇരിക്കും. മനസ്സിലായില്ലേ? തൻ്റെ ഒന്നും ഈ പറയുന്ന ഈ വിഷം വമിപ്പിക്കുന്ന ഈ വെറുപ്പിൻ്റെ താനൊന്നും ഒരു ചുക്കുമല്ലടോ. താനൊക്കെ പണത്തിൻ്റെ പവറിൽ, ഓൺലി ദാറ്റ്, പണത്തിൻ്റെ പവറിൽ ഈ നായന്മാർക്ക് ഇപ്പം NSS എന്ന് പറയുന്നത് നായർ സർവീസ് സൊസൈറ്റിയാണ്. ഈ നായർ സമുദായത്തിൽ ജനിച്ചു വളർന്ന ആളുകൾക്ക് അവർക്കങ്ങ് ബോധ്യപ്പെട്ടിട്ടൊന്നല്ല ചുകുമാരനെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അത് ചുകുമാരൻ തൻ്റെ മണി പവറിൽ അവിടെ കയറിയിരുന്നതാ. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അല്ലാതെ ഈ നായരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള സഹോദരങ്ങൾ അവർക്കെല്ലാവർക്കും അങ്ങ് ബോധിച്ച് കൊണ്ടുപോയി അങ്ങ് പ്രതിഷ്ഠിച്ചതൊന്നല്ല. ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെ ഈഴവ സമുദായത്തെ പറ്റിക്കുന്നു, അതേ അല്ലെങ്കിൽ അതെൻ്റെ ഡബിൾ ഇരട്ടി
പറ്റിപ്പാണ് ഈ ചുകുമാരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചുകുമാര, ഒരു കാര്യം നീ മനസ്സിലാക്കിയാൽ നല്ലത്. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും, എന്താ അങ്ങനെയൊക്കെ പറയുന്നത്, അത്ര പ്രായമുള്ളതല്ലേ? പ്രായത്തിനെ ഒന്നല്ല ബഹുമാനിക്കേണ്ടത്, പ്രവർത്തികളെയാണ്. മനസ്സിലായില്ലേ? ആ പ്രവർത്തികൾ കയ്യിലിരിക്കുന്ന പ്രവർത്തികൾ കൊള്ളില്ലെങ്കിൽ അതിനൊന്നും ഒരു ബഹുമാനവും കൊടുക്കണ്ട. മനസ്സിലായില്ലേ? എടോ എന്ന് വിളിക്കേണ്ടിടത്ത് എടോ എന്ന് തന്നെ വിളിക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ചുകുമാരനോട് പറയാനുള്ളത്, ഇത് ടീം UDF കാര്യമാണ്. ഇവിടെ ലീഗിൻ്റെ അഭിപ്രായം കേൾക്കണോ വേണ്ടോ, ലീഗിന് അഭിപ്രായം പറയാമോ, ലീഗിന് അഭിപ്രായം പറയാനുള്ള സ്പേസ് ഉണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് UDF ആണ്. മനസ്സിലായില്ലേ? അത് മാത്രവുമല്ല, ലീഗിൻ്റെ അഭിപ്രായം കേൾക്കണമെന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് താല്പര്യമുണ്ടെങ്കിൽ, അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിലപാടായിട്ട് പറയും ചുകുമാരൻ അതിൽ ചൊറിച്ചിലിളകിയിട്ട് കാര്യമില്ല. വല്ലാതെ ചൊറിയുന്നുണ്ടെങ്കിൽ വല്ല മുള്ളുമുരിക്കലും പോയി കയറ്. ഇനി അതല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ പണിക്ക് ഇപ്പൊ പറ്റുന്നില്ലെങ്കിൽ ചെരക്കാൻ ഇറങ്ങിക്കോ. റോട്ടിലിരുന്ന് ചെരക്ക്. സാധാരണക്കാരായ ജനങ്ങളുടേത് കൂടി ചെരച്ചു കൊടുക്ക്. മനസ്സിലായില്ലേ? അതിനെങ്കിലും തയ്യാറാവ്. മനസ്സിലായില്ലേ? അപ്പോ ചുകുമാരനോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. ലീഗ് എന്ത് പറയണം, ലീഗ് എന്ത് പ്രവർത്തിക്കണം, ലീഗ് എങ്ങനെ പോകണം, UDF എങ്ങനെ പോകണം, കോൺഗ്രസ് എന്ത് ചെയ്യണം, കോൺഗ്രസ് ആരുടെയൊക്കെ അഭിപ്രായം കേൾക്കണം, ആരോടൊക്കെ അഭിപ്രായം ചോദിക്കണം, ഇതൊന്നും പറയാന് ചുകുമാര നിന്നെ മാത്രമല്ല നിന്നെ ഉണ്ടാക്കിയവനെയും ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ചുകുമാര. മനസ്സിലായില്ലേ? നിന്നെയും നീ ഉണ്ടാക്കിയവരെയും നിന്നെ ഉണ്ടാക്കിയവരെയും ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാ. പിന്നെ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ, അവരോട് പറയാനുള്ളത്, ഈ തിണ്ണ നിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. കേരളത്തിൻ്റെ തമിഴ്നാട്ടിൽ സംഭവിച്ച അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി, ഈ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിലും ഉണ്ടായി, കേരളത്തിലും ഉണ്ടായി. ഈ 2 തെരഞ്ഞെടുപ്പിൻ്റെയും പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ സ്ട്രക്ചർ, ഒരു ഫ്രെയിം വർക്ക്, ഒരു പൊളിറ്റിക്കൽ ഫ്രെയിം വർക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശൈലി, ആ ശൈലിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഈ തെണ്ണ നിറങ്ങുന്നതും അല്ലെങ്കിൽ ഈ ഓശാന പാടുന്നതും ഒന്നുമല്ല രാഷ്ട്രീയം എന്നുള്ളതാണ് പൊതുജനം വിലയിരുത്തുന്നത്. നല്ല അന്തസ്സായിട്ട് നിലപാടെടുക്കാൻ കഴിയുന്ന ആരുണ്ടോ അവൻ്റെ പിന്നിൽ ആളുണ്ടാകും, അവൻ്റെ പിന്നിൽ ജനമുണ്ടാകും. അതാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മൾ ഇന്ന് തമിഴ്നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് നിലപാട് പറയാൻ, അന്തസ്സായിട്ട് നിലപാട് പറയാൻ, തൻ്റെ നട്ടല് ഒരുത്തൻ്റെയും മുന്നിൽ വളക്കാൻ തയ്യാറല്ലാതെ നിലപാട് പറയാൻ കഴിയുന്ന ആളുടെ പിന്നിൽ ജനമുണ്ട്, സമൂഹമുണ്ട്, പൊതുസമൂഹമുണ്ട്. അതാണ് സതീശൻ. ആ സതീശൻ്റെ നിലപാടുകൾക്കും ആ സതീശൻ്റെ കാഴ്ചപ്പാടുകൾക്കും ആ സതീശൻ്റെ വീക്ഷണങ്ങൾക്കും കിട്ടിയ ഈ വലിയ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. ഈ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? സതീശനെ തോൽപ്പിക്കാൻ, പറവൂരിൽ സതീശനെ തോൽപ്പിക്കാൻ, കേരളത്തിലല്ല കേട്ടോ, കേരളത്തിൽ സതീശൻ മുന്നോട്ട് വെച്ച ആശയം വിജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. അവിടെയും സതീശനെ തോൽപ്പിക്കാൻ വലിയ കളി നടന്നിട്ടുണ്ട്, വലിയ പണിയെടുത്തിട്ടുണ്ട്. സതീശനെ തോൽപ്പിക്കാൻ ഈ പറയുന്ന ചുകുമാരനും ഈ പറയുന്ന വെള്ളാപ്പള്ളിയും അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ കൂട്ടിക്കൊടുപ്പുകാരും വേണ്ട വിധത്തിൽ പണിയെടുത്തിട്ടുണ്ട് പറവൂരിൻ്റെ മണ്ണിൽ. മനസ്സിലായില്ലേ? ആ പറവൂരിൽ നിന്ന് സതീശൻ, UDF അധികാരത്തിൽ വന്നാലും സതീശൻ വിജയിച്ച് കയറരുത് എന്ന് ഇവറ്റകൾ നന്നായിട്ട് പണിയെടുത്ത് ആഗ്രഹിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ട്. കാരണം സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് ഇവറ്റകളെ അത്രമാത്രം ഭയപ്പെടുത്തുന്നുണ്ട് അല്ലേ? അന്തംഗമ്മികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉറപ്പിച്ചിരിക്കുന്നു, അന്തംഗമ്മികൾക്ക് ഉറപ്പാണ് സതീശൻ തന്നെ എന്ന്. കോൺഗ്രസ്സുകാരന് പോലും അത്ര ഉറപ്പ് പറയാൻ കഴിയുന്നില്ല. ഏതുപോലെ സതീശൻ 100 പറഞ്ഞപ്പോൾ അത് ഏറ്റു പറയാൻ ആളില്ലാതിരുന്നത് പോലെ ഇപ്പോൾ സതീശൻ മുഖ്യമന്ത്രിയാകുമെന്നുള്ള കാര്യത്തിൽ
കോൺഗ്രസ്സുകാർക്ക് പോലും ഒരു 2 അഭിപ്രായമുണ്ടെങ്കിൽ അന്തം കമ്മികൾക്കും ചുകുമാരനുമൊന്നും 2 അഭിപ്രായമില്ല, ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ചുകുമാര, നീ ലീഗിൻ്റെ തന്തയാവണ്ട. നിനക്ക് അതിനുള്ള DNA നിനക്കില്ലെന്ന് മാത്രമല്ല, നിന്നെയൊന്നും കേരളത്തിൻ്റെ പൊതുസമൂഹം എവിടെയും ഒരു രീതിയിലും ഒരു കീറച്ചാക്കിൻ്റെ വില പോലും നിനക്ക് കൽപ്പിക്കുന്നില്ല എന്നുള്ളതാ. അതുകൊണ്ട് ചുകുമാരൻ തീരുമാനിക്കണ്ട ലീഗ് എന്ത് പറയണം, ലീഗ് എന്ത് ചെയ്യണം, കോൺഗ്രസ് ആരോട് ചോദിക്കണം, കോൺഗ്രസ് ആരോട് പറയണം എന്നൊന്നും ചുകുമാരനല്ല തീരുമാനിക്കുന്നത്. മനസ്സിലായില്ലേ? കഴിഞ്ഞ 10 വർഷക്കാലം ഊമ്പൽ വിദഗ്ധനായിട്ട് വണ്ണാക്കിൽ തള്ളിയിട്ട് ഇങ്ങനെ ഇരുന്നതല്ലാതെ അയ്യൻ്റെ പൊന്ന് കട്ടപ്പ പോലും വാ തുറക്കാത്ത ചുകുമാര, നീ കയറി ഉണ്ടാക്കല്ലേ.